നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യൽ റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവരെ ആക്രമിച്ച സംഭവം നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. ED ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ ഗൂഢാലോചനയിലേക്കും SIT അന്വേഷണം നടത്തും. അതായത് പെട്ടെന്നുണ്ടായ ആക്രമണമാണ്. അതായത് ഒരു ദിവസം അപ്രതീക്ഷിതമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുന്നു, പ്രവർത്തകരെല്ലാം സംഘടിക്കുന്നു, വളരെ സമാധാനപരമായി പ്രതിഷേധം നടത്തുന്നു. അതിനിടയിലാണ് പ്രവർത്തകർ വെളിയിൽ ഇറങ്ങിയപ്പോൾ അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടായത്. പക്ഷേ അതൊരു ഗൂഢാലോചന അതിന് പിന്നിലുണ്ട്. ഇത്തരത്തിൽ ആക്രമിക്കണമെന്ന നിർദ്ദേശം ഉയർന്ന നേതാക്കൾ നൽകി എന്നതടക്കമുള്ള ഒരു നിഗമനത്തിലാണ് നിലവിൽ കാര്യങ്ങളായിരിക്കുന്നത്. എന്തായാലും ഗൂഢാലോചനയിലേക്കും SIT അന്വേഷണം ഉണ്ടാകും. മാത്രമല്ല, ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളുണ്ട്. അവരുടെ ഫോൺ രേഖകൾ പരിശോധിക്കും. അതായത് അവരെ വിളിച്ചത് ആരൊക്കെയാണ്, ആ ദിവസം വിളിച്ചത് ആരൊക്കെയാണ്, എന്തൊക്കെ മൊബൈൽ സന്ദേശങ്ങളാണ് അവർക്ക് കിട്ടിയത്, ഒരു മൊബൈൽ സന്ദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇവർ ആക്രമണം നടത്തിയത്, അതായത് ഏതെങ്കിലും മുതിർന്ന നേതാവ് അല്ലെങ്കിൽ ആരെങ്കിലും നൽകിയ നിർദ്ദേശം അനുസരിച്ചാണോ ആക്രമണം നടത്തിയത്, അതോ പെട്ടെന്നുണ്ടായ പ്രകോപനമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ആക്രമണം നടത്തിയവരുടെ ഫോൺ രേഖകൾ പരിശോധിക്കും. അതിനുശേഷം മാത്രമേ ഇതൊരു നിർദ്ദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ ആക്രമണം നടത്തിയതെന്ന കാര്യത്തിൽ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുകയുള്ളൂ. ഇവരുടെ മൊബൈൽ സന്ദേശങ്ങൾ വിശദമായി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് SIT. ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്ന കോളുകൾക്കും സന്ദേശങ്ങൾക്കും പിന്നിലുള്ളവരെ പിടികൂടും. അത്തരത്തിൽ ഏതെങ്കിലും നേതാക്കൾ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അവരും കുടുങ്ങുമെന്ന് തന്നെയാണ് ഈ അന്വേഷണത്തിൻ്റെ പോക്ക് കണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയത് പ്രവർത്തകർ മാത്രമല്ല, ആക്രമിച്ചവർ മാത്രമല്ല, അതിന് പിന്നിലുള്ള നേതാക്കളെയും പ്രതി ചേർക്കണം, നേതാക്കളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നൊരാവശ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വച്ചിരുന്നു. ഇതിൽ നേതാക്കളെന്നോ പ്രവർത്തകരെന്നോ വ്യത്യാസമുണ്ടാകില്ല. അതായത് നിർദ്ദേശം നൽകിയവരും നിർദ്ദേശം കേട്ട് പ്രവർത്തിച്ചവരും കുടുങ്ങും. ഒരു വ്യത്യാസം ഉണ്ടാകാതെ തന്നെ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നാണ് SIT ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തായാലും CPM ആക്രമണവുമായി ബന്ധപ്പെട്ട കേസന്വേഷണം SIT ഊർജിതമാക്കിയിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിലെത്തി ED ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തു. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നതിന് വേണ്ടിയുള്ള സെർച്ച് വാറന്റ് അടക്കമുള്ള രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ സനിത് റെഡ്ഡി അടക്കം 7 പേരുടെ മൊഴിയാണ് SIT എടുത്തത്. വീണയുടെ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മൊഴിയും എടുത്തു. ആക്രമണം ആസൂത്രിതമാണെന്നാണ് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന മൊഴി. ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ED ഉദ്യോഗസ്ഥർ മൊഴി നൽകി. നിലവിൽ 26 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാം നേരിട്ട് അക്രമത്തിൽ പങ്കെടുത്തവർ. ദൃശ്യങ്ങളിൽ നിന്ന് മൊത്തം 46 പേരെ തിരിച്ചറിഞ്ഞു. ബാക്കിയുള്ളവരെയും പിടികൂടും. എന്തായാലും നിലവിൽ ഇപ്പോൾ താഴെത്തട്ടിലെ CPM പ്രവർത്തകർ മാത്രമാണ് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കളും MPമാരും MLAമാരും സ്ഥലത്തുണ്ടായിരുന്നുവെന്നും അക്രമത്തിലേക്ക് നയിച്ച സാഹചര്യത്തിൽ ഇവർക്കും പങ്കുണ്ട് എന്നുമുള്ള വാദമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ അറസ്റ്റിലായ പ്രതികളുടെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതിയിൽ വരുമ്പോൾ കക്ഷി ചേരാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആലോചന. ഇതിനു മുന്നോടിയായി അക്രമവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ശേഖരിക്കുന്നത് അടക്കമുള്ള നടപടികൾ ED തുടങ്ങി. ഇപ്പോൾ ഉയരുന്ന ചോദ്യം പിണറായി വിജയൻ ED ആക്രമണ കേസിൽ പ്രതിയാകുമോ എന്നതാണ്. അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്നതടക്കമുള്ള ചോദ്യം. എന്തായാലും ED ആസ്ഥാനത്ത് നടക്കുന്ന ചർച്ചകളിൽ നിന്നും ഇതാണ് വ്യക്തമാകുന്നത്. പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഗാലിയിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖ് 2024 ജനുവരി 5 ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ED ആക്രമണ കേസിന് സമാനമാണ് പിണറായി വിജയന്റെ വീടിന് സമീപം നടന്ന ആക്രമണവും. ഈ കേസിൽ ഷാജഹാനെ ED പ്രതിയാക്കി ജയിലിലടച്ചു. പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസിൽ സ്ഥലത്തുണ്ടായിരുന്ന CPMന്റെ മുതിർന്ന നേതാക്കളെ കൂടി പ്രതി ചേർക്കാൻ നീക്കം തുടങ്ങി. ഇക്കാര്യം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. അങ്ങനെ വന്നാൽ പ്രതി ചേർക്കാനുള്ള അനുമതി സ്വാഭാവികമായും കോടതി നൽകും. മാത്രമല്ല, സ്ഥലത്തുണ്ടായിരുന്ന പിണറായി വിജയൻ അദ്ദേഹവും കൂടി പ്രതിയാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ആക്രമണത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട പിണറായി ഒറ്റക്കെട്ടായി ഇത്തരം അനീതികളെ നേരിടണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡ് നടത്തി മടങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്ത കേസിൽ അറസ്റ്റിലായ 1 മുതൽ 5 വരെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളുന്ന സാഹചര്യമുണ്ടായി. നിതിൻ രാജ്, മനോജ്, ജീവൻ, ശ്രീജിത്ത്, ഷഹീൻ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്
ടാനിയ മറിയം ജോസിൻ്റെതാണ് ഉത്തരവ്. ED പോലെ ഒരു അന്വേഷണ ഏജൻസിക്ക് നേരുണ്ടായ ആക്രമണം ഗൗരവമുള്ളതാണെന്ന നിരീക്ഷണത്തോടെയാണ് ജാമ്യം തള്ളിയത്. പ്രതികളെ അറസ്റ്റ് ചെയ്തത് ചട്ടങ്ങൾ പാലിച്ചില്ല. ഉദ്യോഗസ്ഥർ റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയപ്പോഴാണ് പ്രതിഷേധം നടന്നത്. അതുകൊണ്ട് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെട്ടില്ല. സ്വകാര്യ വാഹനമായതുകൊണ്ട് പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടില്ല എന്നിവയായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥർ രേഖകളുമായി മടങ്ങി ഓഫീസിൽ എത്തുമ്പോഴാണ് കൃത്യനിർവഹണം പൂർത്തിയാകുന്നതെന്നും രേഖകളുമായി മടങ്ങിയ ഉദ്യോഗസ്ഥരെയാണ് ആയുധങ്ങളുമായി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നും പ്രോസിക്യൂട്ടർ മനു കല്ലമ്പള്ളി കോടതിയെ അറിയിച്ചു. ഉദ്യോഗസ്ഥർ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് ഉപയോഗിച്ച വാഹനം പൊതുമുതലായാണ് നിയമത്തിൽ കണക്കാക്കുന്നതെന്നും പ്രോസിക്യൂട്ടർ കോടതിയെ ധരിപ്പിച്ചു. യാതൊരു കാരണവുമില്ലാതെയാണ് പ്രതിഷേധക്കാർ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് പ്രതികളെയും മറ്റു പ്രതിഷേധക്കാരെയും ഭാവിയിൽ സമാനമായ പ്രവർത്തികൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കും. അതിനാൽ ഇത്തരം കേസുകളിലെ ഇരകളെ സംരക്ഷിക്കണമെന്നും കോടതി നിരീക്ഷിച്ചു. ഇഷ്ടികകൾ, കല്ലുകൾ, വടികൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. കാർ ഡ്രൈവറുടെ 2 കണ്ണുകൾക്കും പരിക്കേറ്റു. ഇരകൾ അനുഭവിച്ച മാനസികവും ശാരീരികവുമായ സമ്മർദ്ദത്തിന് നേരെ കോടതിക്ക് കണ്ണടയ്ക്കാനാകില്ല. ഈ ആക്രമണത്തെ സംസ്ഥാനത്തിനെതിരായ കുറ്റകൃത്യമായി കണക്കാക്കാമെന്നും കോടതി വ്യക്തമാക്കി. എന്തായാലും ഇത് നിർണായക ഘട്ടമാണ്. അന്വേഷണം നടക്കുന്നതേയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ഹർജിക്കാർക്ക് ജാമ്യം നൽകുന്നത് സമൂഹത്തിൽ മനോവീര്യം കെടുത്തുന്ന ഫലമുണ്ടാക്കും. നടന്നത് സംഘടിത രാഷ്ട്രീയ ആക്രമണമായിരുന്നു. കേസിൽ അന്വേഷണം പുരോഗമിക്കേണ്ടതുണ്ട്. കൂടുതൽ പേരെ ഇനിയും അറസ്റ്റ് ചെയ്യാനുമുണ്ട്. അതിനാൽ ജാമ്യാപേക്ഷ തള്ളുന്നുവെന്നാണ് കോടതി വ്യക്തമാക്കിയത്. കേസിൽ 6 പേരെ കൂടി മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്തു. CPM നേതാവ് ചാല ഉണ്ണി, വിജയ്, സിദ്ധാർത്ഥ്, ഷാജു, ദിശാന്ത്, ആറ്റുകാൽ ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് പിടിയിലായത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 25. പ്രതികളെ പലയിടത്തു നിന്നും അറസ്റ്റ് ചെയ്തതാണെന്ന് പോലീസ് അവകാശപ്പെടുമ്പോൾ കീഴടങ്ങിയതാണെന്നാണ് ചില നേതാക്കളടക്കം സമൂഹ മാധ്യമങ്ങളോടെ അറിയിക്കുന്നത്. പ്രത്യേകിച്ച് CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ കൗൺസിലറുമായ IP ബിനു ഉൾപ്പെടെ എല്ലാ പ്രതികളും CPM DYFI പ്രവർത്തകരാണ്. 10 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റങ്ങൾ ചുമത്തിയ 2 കേസുകളാണുള്ളത്. ED സംഘത്തിന്റെ പരാതിയിൽ കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെയും പരിക്കേറ്റ വട്ടിയൂർക്കാവ് സ്റ്റേഷൻ CPO രഞ്ജിത്തിന്റെ പരാതിയിൽ കണ്ടാൽ അറിയാവുന്ന ഒരാൾ ഉൾപ്പെടെയുള്ള സംഘത്തിനെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത്. ഇവന്മാരെ കൊല്ലടോ എന്ന് ആക്രോശിച്ച് 3 കാറുകൾ വളഞ്ഞെന്നും ദേഹോപദ്രവം ചെയ്ത് ഡ്യൂട്ടി തടസ്സപ്പെടുത്തണമെന്നും വധിക്കണമെന്നുമുള്ള ലക്ഷ്യത്തോടെ മാരകായുധങ്ങളുമായി ഏകദേശം 300 പേർ ചേർന്ന് ആക്രമിച്ചെന്നും ആദ്യ കേസിൽ FIR-ൽ പറയുന്നുണ്ട്. തടയാൻ ശ്രമിച്ച പോലീസ് CRPF ഉദ്യോഗസ്ഥരെ വടിയും കല്ലും ഇഷ്ടികയും ഉപയോഗിച്ച് ആക്രമിച്ചു. 3 ലക്ഷം രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചു. 10 വർഷം വരെ തടവ് കിട്ടാവുന്ന വധശ്രമ കുറ്റം, 6 മാസം മുതൽ 5 വർഷം വരെ തടവ് കിട്ടാവുന്ന മറ്റു കുറ്റങ്ങൾ, പ്രത്യേകിച്ച് മാരകായുധവുമായി ആക്രമിക്കൽ, പൊതുമുതൽ നശിപ്പിക്കൽ, സായുധ കലപം എന്നിവയാണ് ചുമത്തിയിട്ടുള്ളത്. വധശ്രമം ഒഴികെയുള്ള കുറ്റങ്ങൾ പോലീസുകാരനെതിരായ ആക്രമണത്തിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.